ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയൻ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേക്കും തൻ്റെ അമ്മയും അമ്മാവനെയും പറഞ്ഞു വിടണം കേട്ടോ. അപ്പോൾ മോനെ നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മ, ഇപ്പോൾ ചീരുവിൻ്റെ മുന്നിലോട്ട് ഞാൻ പോവാതിരിക്കുക തന്നെ നല്ലത്. അമ്പിളി ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. അമ്മയും അമ്മാവനും നിങ്ങളുടെ അവകാശം, അതായത് പേരക്കുട്ടികളെ കാണുക എന്നുള്ള അവകാശം, അത് നിങ്ങൾക്ക് ചെയ്യാം. അത് അമ്പിളി ചേച്ചി നമുക്കൊരു വഴി തുറന്നു തന്നാന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അമ്മയും അമ്മാവനും അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറയാൻ കേട്ടോ. പിന്നീട് അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ മറുപടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ അമ്മ മറുപടി കൊടുക്കാൻ പോകരുത് എന്നും വിനയം പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നു കേട്ടോ. എന്നാൽ ഈ സമയം മാഷി രാവിലെ തന്നെ റെഡിയായിരിക്കുകയാണ്. അങ്ങനെ മാഷി വന്നിട്ട് പറയണേ, മക്കളെ രഘു എണീറ്റോ എന്ന് ചോദിക്കുമ്പോൾ രഘുവേട്ടൻ കുളിക്കുകയാണെന്ന് പറയണ്ട. അപ്പോഴേക്കും രഘു തയ്യാറായി വരികയാണ്, പുറത്തോട്ട് ഡ്രസ്സൊക്കെ മാറി വരികയാണ്. അപ്പോൾ രഘു നമുക്കിനി പോവല്ലേ, എന്തായാലും ആദ്യം ദാസിനെ ചെന്ന് കാണണം, ദാസിനോട് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഇന്ദ്രനുമായി നമുക്കൊന്ന് സമാധാനത്തോടുകൂടിയും ഈ പറയുന്ന മഞ്ചാടിയോടും കൂടി ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം എന്നുള്ള തീരുമാനം പറയാനായിട്ട്. അപ്പോൾ അത് കേട്ടോടെ തന്നെ രഘു പറയണം, ആ ശരി, അത് തന്നെയാണ് വേണ്ടത് എന്ന് രഘുവും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ എന്തായാലും ഇനിയിപ്പോൾ അനുപമക്ക് ഇട്ട് കൊട്ടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്ന് സോനയും ശ്യാമും കൂടി പറയണേ. അപ്പോൾ സത്യം പറയണേ, എന്താണ് ഇനിയിപ്പോൾ വഴി, അമ്മയെ അവിടെ നിന്നും ഇറക്കി കൊണ്ടുവരാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു വഴിയില്ല, ഇന്ദ്രേട്ടൻ തന്നെ വിചാരിക്കണം, അല്ലാതെ ആര് വിചാരിച്ചാലും ഒരിക്കലും സുഷിയില്ല ആൻറ്റി അവിടെ നിന്നും ഇറങ്ങില്ല എന്ന് ശ്യാമു പറയണേട്ടാ. ഇന്ദ്രേട്ടൻ ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായും അവിടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടും. അമ്മയ്ക്ക് ഏതിനും താങ്ങും തണലുമായി ഇന്ദ്രേട്ടൻ നിൽക്കുന്നുണ്ട് എന്ന തോന്നൽ കൊണ്ട് മാത്രമാണ് ഇന്ദ്രേട്ടനെ അമ്മ വലയിട്ട് പിടിക്കാൻ പോയിരിക്കുന്നതെന്ന് സത്യൻ പറയാനായിട്ട്. അപ്പോൾ വാനമ്മ പറയണേ, വല്ലാത്തൊരു കഷ്ടം, ഈ സുശീല ഇനിയും പഠിക്കുന്നില്ലല്ലോ, ഒരുപാട് പാഠങ്ങൾ അവൾക്ക് മുന്നിൽ ഈശ്വരൻ കൊടുത്തിട്ടും അവളൊരു പാഠം പഠിക്കുന്നില്ലല്ലോ, മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണല്ലോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം സച്ചി രാവിലെ എണീക്കുകയാണ്. അപ്പോൾ സച്ചി രാവിലെ എണീക്കുമ്പോൾ സാവിത്രി കാര്യങ്ങളൊക്കെ പറയണേ, തൻ്റെ മകൾക്ക് വിളിച്ചതും അവർ ഹണിമൂണിന് പോണ ആ കാര്യങ്ങളൊക്കെ പറയാനേട്ടാ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്ക് ഒത്തിരി സന്തോഷമാവണേ. എൻ്റെ ഇന്ദുവിൻ്റെ കല്യാണം കഴിച്ചത് ഒരു തെറ്റാണ് എന്നുള്ള ആ ഒരു തോന്നൽ എന്നിൽ കുറേ നേരമായി അലട്ടിയും കൊണ്ടിരുന്നിരുന്നു. പക്ഷേ ഇന്നലെ നിന്നോട് രാഹുലൊക്കെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടി എന്നിങ്ങനെ പറയണേട്ടോ. അപ്പോഴേക്കും അവിടെ ഗോകുൽ കയറി വരികയാണ്. പക്ഷേ ഗോകുലിന് വലിയൊരു മനസ്സമാധാനമൊന്നുമില്ല കേട്ടോ. ഗോകുലിൻ്റെ മനസ്സിൽ ആ ഒരു ചോദ്യം അത് ഉയർന്നു വരികയാണ്. രാഹുൽ ഒരു കള്ളനാണ്, രാഹുൽ ഒരു പിടികിട്ടാ പുള്ളിയാണ്, അവർ ക്രിമിനൽ മൈൻഡുള്ളവനാണ് എന്നുള്ള ആ ഒരു തോന്നലൊക്കെ രാഹുലിനെ കുറിച്ച് ഗോകുലിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മയിൽ വരുമ്പോൾ അവിടെ സച്ചി വന്നിട്ട് പറയണേ, നീ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ ഒന്നുമില്ല, നമ്മുടെ ഇന്ദുവിൻ്റെ കാര്യമാണ്, അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അവരെ ഹണിമൂണിനൊക്കെ പോകുന്നതെന്ന് പറയുന്നു. എന്നാൽ അച്ഛ എവിടേക്ക് എന്തൊക്കെ വശിപ്പിശയ്ക്കുള്ളത് പോലെ എനിക്ക് തോന്നുന്നു, നീ വെറുതെ നിൻ്റെ അമ്മയും കൂടി ടെൻഷനാക്കുന്ന സംസാരം വേണ്ട എന്ന് പറയുമ്പോൾ കേട്ടോ മാഷു രഘുവും കയറി വരുന്നത്. അങ്ങനെ അവരെ കാണുമ്പോൾ അവരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ്. ആഹാ മാഷോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വഴിയൊന്നും വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ കുറച്ച് തിരക്കുകളുണ്ട്, ഓരോരോ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകല്ലേ, അതുകൊണ്ട് തന്നെ ഓരോരോ വിഷമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. മക്കളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ട്, വിവാഹം കഴിക്കുന്നത് വരെ അവർക്ക് നല്ലൊരു ബന്ധം കിട്ടിയില്ലല്ലോ എന്നൊക്കെ മനസ്സിന് തോന്നും. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ വിഷമങ്ങൾ ഞങ്ങളിലുമുണ്ട്, ഞങ്ങളുടെ ഇന്ദുമോൾക്ക് യോജിച്ച വരൻ തന്നെയാണോ അവൻ എന്നൊരു തോന്നൽ ഇപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ മാഷ് പറയുന്നു കേട്ടോ. പിന്നീട് മാഷ് വന്നത് എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി, നീ എൻ്റെ മകനും രഘുവിനോടും ഈ പിരിക്കുന്ന ദാസിനോടും കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നല്ലോ. ആ ഉണ്ട്, ജീവരാജിൻ്റെ കേസ് പിൻവലിക്കൽ, അപ്പം അതിനൊരു ഡിമാൻഡ് വെച്ചിരുന്നല്ലോ, എൻ്റെ മകളുമായുള്ള വിവാഹ നിശ്ചയം, അതിനെൻ്റെ മകൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ടോ. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഗോകുലിന് അത്ര വലിയ ലഡു പൊട്ടലൊന്നുമില്ല. കാരണം ഒരുപാട് മനസ്സിലാക്കിയതാണല്ലോ മഞ്ചാടി എന്ന് പറയുന്ന ആരെക്കാൾ കൂടുതൽ ഏറ്റവും വൃത്തികെട്ട സ്വഭാവമുള്ള മാഷിൻ്റെ മക്കളിൽ നേരും നെറിയുമില്ലാത്ത മകളുണ്ടെങ്കിൽ അത് മഞ്ചാടിയാണെന്ന് ഗോകുലിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗോകുലിന് വലിയൊരു സന്തോഷമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗോകുൽ പറയണേ, എന്തിനാ ഇത്ര തിരക്ക് പിടിച്ച് വിവാഹ നിശ്ചയം? അപ്പോൾ സച്ചി പറയണേ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, വിവാഹ നിശ്ചയം വേണം മോനെ, അതൊരു കരാറാണ്, അതൊരു ഉറപ്പാണ്, അതിനുള്ളത് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മഞ്ചാടിയുടെ പഠിപ്പെന്ന് കഴിഞ്ഞു, അവൾക്ക് പഠിക്കണം, മുന്നോട്ട് പോകണം എന്നൊക്കെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അവൾ പോട്ടെ, അവൾ ഉയരസ്ഥാനങ്ങളിൽ എത്തിയിട്ടാണ് അവൾക്ക് വിവാഹം വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ആ സമയം ചെയ്താൽ പോരെ, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ കൂട്ടുന്നേ എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി നിർബന്ധിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട. അപ്പോൾ മാഷ് പറയണേ, മോനെ അങ്ങനെയല്ല, ഒരു വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് ഒരു രണ്ട് ബന്ധങ്ങൾ ഒരുമിക്കാനുള്ള ഒരു കരാറാണ്, ആ കരാർ അങ്ങ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞതുപോലെ മാഷിൻ്റെ മകളുടെ ഈ പറയുന്ന ജീവരാജിൻ്റെ കേസ് പിൻവലിച്ചോളാം, ഞാൻ വേണ്ടെന്ന് വെച്ചോളാം, എനിക്ക് കുഴപ്പമില്ല, ഈ പറയുന്ന പിന്നെ അതുപോലെ തന്നെ നമ്മുടെ
വിനയനും ഇതിലിപ്പോൾ ഒരു പ്രതിയാണല്ലോ, അപ്പോൾ വിനയനും ഒരു ജോലിയുടെ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെ അവിടെ രഘു പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഞാനും എൻ്റെ മകനും കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല മാഷി കേസ് പിൻവലിക്കുന്നതിൽ എന്ന തീരുമാനം വരികയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഒരു സന്തോഷം തന്നെ എല്ലാവർക്കിടയിൽ വരികയാണ്. എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഇവിടെ ഗോകുലിൻ്റെ ഉള്ളിൽ സന്തോഷം വരില്ല കേട്ടോ. ഗോകുലിൻ്റെ പെങ്ങളുടെ കാര്യമാണ് ഗോകുലിൻ്റെ മനസ്സിൽ അലയടിച്ചും കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മാഷ് സമ്മതം നൽകുകയാണ്. ഇതേ സമയം മഞ്ചാടിയുടെ ഉറപ്പാണ് എനിക്ക് വേണ്ടത് എന്ന് ഗോകുൽ അവിടെ പറയുകയാണ്. ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ രണ്ടുപേരുമില്ലേ വിവാഹം മുന്നോട്ട് പോകേണ്ടത്, അപ്പോൾ മഞ്ചാടിയുടെ ഉറപ്പാണ് ഞങ്ങൾക്ക് മുന്നിൽ വേണ്ടത് എന്ന് ഗോകുൽ അവിടെ തറപ്പിച്ച് പറയുമ്പോൾ മാഷ് പറയുന്നത് ശരി, എൻ്റെ മകളെ കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാം എന്ന തീരുമാനവുമായി ഇന്ദ്രൻ്റെ മുന്നിലോട്ട് പോവാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ സുശീലയുണ്ടല്ലോ, ചെവിയും കാതും കൂർപ്പിച്ച് സുശീല ഇതിൽ ഇടപെടാൻ തന്നെ കുടുംബം കലക്കാൻ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മാഷിനെ കാണുമ്പോൾ ഇവിടെ മഞ്ചാടി ഓടി വന്ന് തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിക്കലും ആ സീനൊക്കെ ആകുമ്പോൾ മക്കളുടെ ഒരു സ്നേഹം കണ്ടാൽ എന്നൊക്കെ ഇങ്ങനെ സുശീല പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം മാഷിനെ കാണുമ്പോൾ ഇന്ദ്രൻ താന്നു കൊന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ സുശീലക്ക് അത്ര പിടിക്കുന്നില്ല. ആ ചാ വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കും. അവൻ്റെ ഒരു അമ്മായി അച്ഛനെ സ്വീകരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് സുശീല നാക്കും പല്ലൊക്കെ കടിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ തൻ്റെ ഉള്ളിൽ വെക്കാനേ തനിക്ക് കഴിയുന്നുള്ളൂ. അങ്ങനെ ആ മാഷെ എന്താ ഇനിയിപ്പോൾ അടുത്ത വിശേഷം? മാഷിൻ്റെ കുടുംബത്തിൽ എന്നും വിശേഷമാണല്ലോ. മക്കൾ നിരന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ മാഷിന് ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലോ. ഹാറം പറ്റുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മാഷിന് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇവരെ പോലെ സ്ത്രീയോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് മൗനമാണ് ഏറ്റവും നല്ലതെന്ന് മാഷും മനസ്സിലാക്കിയിരിക്കുന്നു, മറ്റുള്ളവരും മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ ചോദിക്കുകയാണ്, അച്ഛാ എന്താ അച്ഛൻ്റെ വരവിൻ്റെ ഉദ്ദേശം? ഞാൻ വന്നത് എൻ്റെ മോളെ കാണാനാണ്. ജീവരാജുമായുള്ള കേസ് പിൻവലിക്കാം എന്നുള്ള ആ വാക്ക് സച്ചി പറഞ്ഞിട്ടുണ്ട്, ആ ഉറപ്പും തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ മഞ്ചാടിയുമായുള്ള വിവാഹ നിശ്ചയം നടത്തണമെന്ന് സച്ചിക്ക് ഉണ്ട്. അതുകൊണ്ട് മോളെന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒന്ന് തപ്പി പിടിക്കുന്നു കേട്ടോ. തന്നെ അനുപമയോട് തൻ്റെ അച്ഛനോട് എനിക്ക് ജീവരാജ് കേസ് പിൻവലിക്കുകയാണെങ്കിൽ മഞ്ചാടി പറഞ്ഞിരുന്നല്ലോ, അതായത് ഗോകുലുമായി നിശ്ചയം നടത്താൻ ഇന്നലെ അനുപമയോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ വാക്ക് പറഞ്ഞ് ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ മഞ്ചാടി തിരുത്തി പറയുന്നത് അച്ഛൻ കേൾക്കുമ്പോൾ ഇങ്ങനെ അനുപമ നോക്കണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അവിടെ തപ്പിപ്പിടിച്ചും കൊണ്ട് പെട്ടെന്ന് മഞ്ചാടി പറയണേ, അച്ഛാ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അച്ഛനോട് പറയാനെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് അവിടെ തപ്പിപ്പിടിക്കുമ്പോൾ അനുപമക്ക് ഇവളുടെ കള്ളക്കളി എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ടാ. അങ്ങനെ ശരി മോളെ, എന്നാൽ വിവാഹത്തിൻ്റെ നിശ്ചയത്തിന് ഒരു ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി ചെയ്യാം എന്നൊക്കെയുള്ള തീരുമാനവുമായി അവർ ഇറങ്ങുന്നു. എന്നാൽ ഈ സമയം സുശീലയ്ക്ക് അത് അത്ര സുഹിക്കില്ല കേട്ടോ. തൻ്റെ മകന് കിട്ടാത്ത ബന്ധം ആ അനന്തമാഷിനോ അത് പാടില്ല. അനന്തമാഷിൻ്റെ മക്കൾക്കും സൗഭാഗ്യങ്ങളോട് കൊണ്ട് സൗഭാഗ്യങ്ങൾ അതൊരിക്കലും പാടില്ല. അതുകൊണ്ട് തന്നെ അത് തടയണമെന്ന തീരുമാനവുമായി ഇന്ദ്രൻ്റെ മുന്നിലോട്ട് വരികയാണ്. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആ അനന്തമാഷിൻ്റെ മകളും ഗോകുലുമായി ഒരു വിവാഹ നിശ്ചയം നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ അമ്മയുടെ പ്രശ്നം എന്ന് ഇന്ദ്രൻ ചോദിക്കുമ്പോൾ, അതെ ആര് നടത്തിയാലും ശരി, നീ ഇവിടെ നിന്നും പോവില്ല, ഇവളും നീ ഇവിടുന്ന് പോകാൻ പാടില്ല. അത് കേൾക്കുന്ന അനുഭവം ഒന്ന് തുറച്ചു നോക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ സുശീല പറയാണ്, ആരിപ്പോയാലും നീ ഇവിടുന്ന് പോവില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താ അമ്മേ എന്ന് ചോദിക്കാനായിട്ടാ. ഉടൻ തന്നെ അവിടെ ഇന്ദ്രനോട് പറയണേ, പിന്നെ നിൻ്റെ അമ്മയുടെ കാര്യം എന്താണെന്ന് നീ ആലോചിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ആ ഭീഷണി മുഴക്കൽ കേൾക്കുമ്പോൾ ഇന്ദ്രൻ ഇനി പോവുക തന്നെ ചെയ്യൂട്ടോ. സുശീലയുടെ കണക്ക് കൂട്ടലുകളൊക്കെ ഇനി തെറ്റും.